അഭിനയം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം കേട്ടോ. തകർക്കണം. ഒരു നോട്ടം കൊണ്ട് പോലും ആ മഹാലക്ഷ്മിക്കോ അവളുടെ അമ്മയ്ക്കോ സംശയം തോന്നരുത്. അല്ല പ്രതാപ, മോഹിനി ചെന്ന് വിളിച്ചപ്പോ അമ്മയുടെ കൂടെ മോളെ വിടാമെന്ന് കണ്ണൻ സമ്മതിച്ചോ? ആ അമ്മയെ പറഞ്ഞത് മാത്രമല്ല, അവളുടെ 2 മക്കളെ കൊണ്ട് മോഹിനി ഉടനെ തന്നെ എത്തും. അവര് പുറപ്പെട്ടിട്ട് കുറെ സമയമായി. ആഹാ, എന്നാ പിന്നെ അഭിനയത്തിന്റെ കാര്യത്തില് ഞാൻ ഒരു കുറവും വരുത്തൂല. അവളെ ഞാൻ സ്നേഹിച്ച് വശം കെടുത്തൂടാ. എടാ, ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടേ മോഹിനി പോയില്ലേ അവളെ വിളിച്ചോണ്ട് വരാൻ? ആ പിന്നെ കരുണ മോൾ ഇവിടെ വന്നതിന് ശേഷം സമയവും സന്ദർഭവും പോലെ അമ്മ മോളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മഹാലക്ഷ്മിയെ സ്നേഹിക്കുന്നതെന്ന് മോൾ അറിഞ്ഞില്ലെങ്കിലേ മോക്ക് നമ്മളോട് ദേഷ്യവും. അതൊക്കെ ഞാൻ പറഞ്ഞോളാടാ. എടാ, ഇത് വെറും അഭിനയമാണെങ്കിലും അത് വെച്ചങ്ങ് നീട്ടിക്കൊണ്ട് പോകരുത്. ഇന്നത്തെ രാത്രി തന്നെ എന്തെങ്കിലും സംഭവിക്കണം. അമ്മേ, അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ആ അമ്മേ, ദേ അമ്മയും മക്കളും എത്തി. മുത്തശ്ശിയുടെ കൊച്ചുമോൾ എത്തിയല്ലോ. നിക്കേതാ വരുന്നു മോളെ. മോളെ, മോക്ക് നീരസം തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ലക്ഷ്മി മോളെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കരയേണ്ടി വരും. മോളുടെ പ്രസവത്തെ പോലും അത് ബാധിക്കും. മോളെ, ഇവിടെ വന്ന നാടോടി സ്ത്രീയും അതുപോലെ പേരെടുത്ത ജോത്സ്യനും ഒരുപോലെ പറഞ്ഞു, മോൾക്കും മോൾക്ക് ജനിക്കുന്ന കുഞ്ഞിനും ഐശ്വര്യമുണ്ടാകാൻ മോളുടെ ചേച്ചിയെ സ്നേഹിക്കണമെന്ന്. മോളെ ലക്ഷ്മി, ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിന്നോട് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരതയ്ക്കും ഞാൻ മാപ്പ് ചോദിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അച്ഛാ. ഈ സ്നേഹം അഭിനയാവാതിരുന്ന മാത്രം മതി. എന്റെ പൊന്നുമോളെ, വിഷുവിന്റെ അന്ന് നിന്നെ കാഴ്ച കാണാത്തത് ഭാഗ്യമാണെന്ന് ഇവൻ പറഞ്ഞ് നാക്കെടുത്തില്ല. കൈ പൊള്ളി. അതിനുശേഷം ഞാൻ മോളെയും കൂട്ടി അമ്പലത്തിലേക്ക് വന്നപ്പോഴേ അവിടെ വെച്ച് മോളെ കണ്ടതിന്റെ പേരില് ദേവിയുടെ നടക്കിൽ വെച്ചല്ലേ ഞാനും ഇവളും കൂടെ മോളെ ആക്ഷേപിച്ചത്. തൊട്ടടുത്ത നിമിഷം തന്നെ ഞങ്ങള് 2 ആളും നടു ഇടിച്ചു വീണില്ലേ. അന്ന് മോക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടാതിരുന്നത് ആ സമയത്ത് പോലും മോൾ ഇവിടെ പ്രാകാതിരുന്നുണ്ടാ. ഇവളുടെ വയറ്റിലെ കുഞ്ഞ് അലസിപ്പോകരുതെന്ന് മോള് പ്രാർത്ഥിച്ചുകൊണ്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.